എൻ്റെ പ്ലാന്റ്സ് കളക്ഷനാണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു ഫിഡിലിഫിക് പ്ലാന്റാണ്. ഒരു സിറാമിക് പോട്ടിലാണിത് വെച്ചിരിക്കുന്നത്. പോട്ടിന് 375 രൂപയും പ്ലാന്റിന് 150 രൂപയും കൊടുത്താണ് നമ്മളത് വാങ്ങിയിരിക്കുന്നത്. ഇത് യൂഷ്വലായിട്ട് കാണുന്ന ജെയ്ഡ് പ്ലാന്റാണ്. പ്ലാന്റിന് 40 രൂപ കൊടുത്താണ് വാങ്ങിയത്. അതുപോലെ തന്നെ പോട്ടിന് 325 രൂപയാണ് കൊടുത്തത്. ഇത് മോൺസ്റ്റെറ പ്ലാന്റിൻ്റെ ഇൻഡോർ വയ്ക്കുന്ന ടൈപ്പാണ്. ഈ പ്ലാന്റിന് നമ്മൾ ഒരു 40 രൂപയ്ക്ക് വാങ്ങി. അതുപോലെ തന്നെ പോട്ടിന് 325 രൂപയാണ് കൊടുത്തത്. ഇതെല്ലാം സിറാമിക് പോട്ടാണ് കേട്ടോ. ഈ കാണുന്ന 2 പ്ലാന്റും പോത്തോസിൻ്റെ വെറൈറ്റീസാണ്. ഇവിടെ താഴെയായിട്ട് കുറച്ച് സ്പൈഡർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് അലോവേരയുടെ കളക്ഷനാണ് കേട്ടോ. ഇതൊരു റബ്ബർ പ്ലാന്റ് ആണ്. എൻ്റെ വലിയ റബ്ബർ പ്ലാന്റിൽ നിന്നും സ്റ്റെം കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്തതാണ്. ഈ സ്നേക്ക് പ്ലാന്റ് ഒരു പ്ലാസ്റ്റിക് പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് കൂടിയത് കാരണം ഒരു സാറ്റിൻ റിബൺ കൊണ്ട് കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ റെഡ് കളറിലുള്ള പ്ലാസ്റ്റിക് പോട്ടിൽ 2 CC പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറിലുള്ള വേറൊരു പോട്ടും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. 150 രൂപയാണ് ഈ 2 പോട്ടിൻ്റെയും കൂടെ വില കൊടുത്തത്. ഈ കാണുന്നത് ഒരു ഫേണാണ് കേട്ടോ. ഇത് ബിഗോണിയയുടെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു റബ്ബർ പ്ലാന്റ് ആണ്. ഈ റബ്ബർ പ്ലാന്റ് ഇൻഡോർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈബർ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഫൈബർ പോട്ടിൻ്റെ വില 700 രൂപയാണ് കേട്ടോ. ഇൻഡോർ വെക്കാൻ വേണ്ടിയാണ് അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള പോട്ട് വാങ്ങിയത്. ഇതൊരു ഗോൾഡൻ പോത്തോസാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ പ്ലാന്റ് വളർന്നു വരാനായിട്ട് കുറേ സമയമെടുക്കും. ഇതൊരു അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റ് ആണ്. അലോക്കേഷ്യയുടെ 2 പ്ലാന്റ് ഈ 2 ചട്ടിയിലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസാണ്. ഇത് ഔട്ട്ഡോർ ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് ഇത് രണ്ടും. ഇത് ലക്കി ബാമ്പു ആണ്. ഇതിന് ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ആയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഗ്ലാസ് ബോട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം. സാധാരണ ഇൻഡോർ വെക്കുന്ന ലക്കി ബാമ്പു വളരെ കോസ്റ്റ്ലി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് ഗ്ലാസ് ബോട്ടിൽ വെള്ളമൊഴിച്ച് വെച്ചാൽ ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കാം. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ യെല്ലോ വെറൈറ്റിയാണ്. സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും യൂസ് ചെയ്യാം. അഗ്ലോണിമയുടെ മറ്റൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇത് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ്. 150 റുപ്പീസിൻ്റെ പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഈ ചെടി നല്ല ബുഷിയായിട്ട് വളർന്നു വരും.
ഇത് ചൈന ഡോള്. ചൈന ഡോൾ നന്നായിട്ട് ഹൈറ്റ് കൂടിയിട്ടുണ്ട്. അത് കാരണം ഞാനിത് ബാൽക്കണിയിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. 1800 റുപ്പീസാണ് ഈ പോട്ടിന് വില. ഇതൊരു ഫൈബർ പോട്ടാണ്. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റാണ് ഡിഫൻ ബച്ചിയ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡംകെയിൻ. ഈ പ്ലാന്റിൻ്റെ പേരാണ് സോങ് ഓഫ് ഇന്ത്യ. ഇതൊരു അരേക്ക പാമാണ്. ടൈപ്പ് ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അരേക്ക പാമാണ്. അതുകൊണ്ട് ഇതിൻ്റെ കുറേ ചെടികൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ഇത്. ചെറിയ ചുമന്ന കളറിലുള്ള പൂവുകളാണ് ഈ ചെടിയിൽ ഉണ്ടാകുന്നത്. ഇത് കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരു പോട്ടിൽ വെച്ചാൽ കുറച്ചുകൂടി ഭംഗി കിട്ടും. ഈ പ്ലാന്റ് സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇത് മിനിയേച്ചർ ആയതുകൊണ്ട് ഇൻഡോർ വയ്ക്കാൻ വളരെ നല്ല പ്ലാന്റാണ് കേട്ടോ. ഇതൊരു അഗ്ലോണിമയുടെ വെറൈറ്റി പ്ലാന്റാണ്. ഇത് യൂജനിയ പ്ലാന്റിൻ്റെ ലിവർ കളറാണ്. സാധാരണ യെല്ലോ ഓറഞ്ച് ഷെയ്ഡ്സിലൊക്കെയാണ് യൂജനിയ പ്ലാന്റ് കാണപ്പെടുന്നത്. എന്നാൽ ലിവർ ഷെയ്ഡിലുള്ള ലീഫാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ലാത്തിയ റാറ്റിൽ സ്നേക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഈ പ്ലാന്റ് മറ്റൊരു ടൈപ്പ് ബാംബു പ്ലാന്റാണ്. വൈറ്റും ഗ്രീനും കലർന്ന ലീഫാണ് ഇതിനുള്ളത്. അരേലിയ പ്ലാന്റിൻ്റെ മറ്റൊരു ചെടിയാണ് ഇത്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഗ്രീൻ അല്ലാത്ത വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഈ പ്ലാന്റ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇൻഡോർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈബർ പോട്ടിലാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. 700 റുപ്പീസാണ് ഈ ഫൈബർ പോട്ടിൻ്റെ വില. ഇത് മറ്റൊരു അരേക്ക പാമാണ്. ബാൽക്കണിയിലാണ് ഈ അരേക്ക പാം ഞാൻ വെച്ചിരിക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ പേരാണ് സിങ്കോണിയ. ഇതൊരു ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് അരേലിയയുടെ മറ്റൊരു പ്ലാന്റ് ആണ്. ഇത് വളരെ ഉയരമുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു. ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് 2 ചെടികൾ കൂടി ഉണ്ടാക്കി. അതിനുശേഷം ആ ചെടി വളർന്നു വരുന്നതാണിത്. ഇതൊരു ലോട്ടസ് പ്ലാന്റ് ആണ് കേട്ടോ. വെള്ളത്തിലാണ് ഈ ചെടി വളരുന്നത്. ഈ പ്ലാന്റാണ് സ്പോട്ടഡ് ഡ്രസീന. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലോറിഡ ബ്യൂട്ടി. വിവാഹങ്ങൾക്കും മറ്റും വേണ്ടിയുള്ള ബൊക്കെയൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇത് 2 ചൈന ഡോൾ ആഡംസ് ഗാർഡനിൽ നിന്നും വാങ്ങിയിട്ട് ഇപ്പോൾ പിടിപ്പിച്ചെടുത്തതാണ്. ഈ പ്ലാന്റിന് 85 രൂപ വീതമാണ് ആഡംസ് ഗാർഡന് വില കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ പോട്ട് ഫൈബറാണ്. അതിന് 800 രൂപയാണ് ഒരു പോട്ടിൻ്റെ വില.
ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ്. കുറച്ച് ദിവസത്തേക്ക് മാത്രം ഒന്ന് പുറത്ത് വെച്ചിരിക്കുന്നതാണ്. യുജനിയയുടെ 3 പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇതിൽ നടുക്ക് കാണുന്ന പ്ലാന്റ് ലിവർ കളർ പ്ലാന്റ് ആണ്. 2 സൈഡിലും കാണുന്ന പ്ലാന്റ്സ് നമ്മുടെ നോർമൽ കളറാണ് കേട്ടോ. എൻ്റെ ഈ പ്ലാന്റ്സ് കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.